എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് മഴവിൽ മീഡിയ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബിഗ് ബോസ് എന്ന മത്സരത്തിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അനീഷും ഷാനവാസും. ഇവർ തമ്മിലുള്ള അടിയും പിടിയും അതേപോലെ തന്നെ ഇവർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധവുമൊക്കെ ഇത്തവണത്തെ ബിഗ് ബോസിനെ വളരെയധികം രസകരമാക്കുന്നുണ്ട്. പരസ്പരം മാക്സിമം വൈരാഗ്യം കാണിക്കും. ഗെയിം ആവട്ടെ നോമിനേഷൻസ് ആവട്ടെ പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യും, എല്ലാം ചെയ്യും. അതായത് ഇത്തവണ ജയിലിലേക്ക് അനീഷിനെ ഷാനവാസ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ ഈ നെറി എന്ന് പറയുന്നൊരു വാക്ക്, ആ ഒരു വാക്കിന് കൃത്യമായിട്ടുള്ളൊരർത്ഥം, നെറി എന്ന വാക്കിന് കൃത്യമായിട്ടൊരർത്ഥം കൊടുത്ത് കളിക്കുന്ന രണ്ട് മത്സരാർത്ഥികളാണ്. അത് അനീഷും ഷാനവാസും. അവർക്ക് ജീവിതം എന്താണെന്നറിയാം, ഈ ഗെയിം ഷോ എന്താണെന്നറിയാം. അതല്ലാതെ എല്ലാം പേഴ്സണൽ ഗ്രഡ്ജാക്കി മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടത്തി ഫിസിക്കൽ അസോൾട്ട് വരെ എത്തി മോശമായ തെറികൾ അങ്ങോട്ട് വിളിച്ച് രസകരമായി. ഇപ്പം നമ്മൾ ഫ്രണ്ട്സിനെ തെറി വിളിക്കുന്ന വേറെ, പക്ഷേ ഒരു ഭയങ്കര ഹീറ്റഡ് ആർഗ്യുമെൻറ്റിൻ്റെ സമയത്ത് നമ്മുടെ ശത്രുവിനെ പോലെ കാണുന്ന ഒരാളെ വിളിക്കുന്ന തെറി വേറെ. മനസ്സിലായി? ഇപ്പോൾ അനീഷും ഷാനവാസും തമ്മിൽ തെറി വിളിക്കുന്നുണ്ട്, നമുക്കത് ചിരിയാണ് അത് കാണുമ്പോൾ വരിക. എന്നാൽ റെന ഫാത്തിമ അനുവിനെ വിളിക്കുമ്പോഴോ അനു അക്ബറിനെ വിളിക്കുമ്പോഴോ അക്ബർ അനുവിനെ വിളിക്കുമ്പോഴോ ഒന്നും നമുക്ക് തമാശയായിട്ട് തോന്നുന്നില്ല. അനീഷിനെ ജയിലിലേക്ക് വിടാൻ നോമിനേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ഷാനവാസ്. എന്നിട്ടും അനീഷിന് താടി ട്രിം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അനീഷ് വിളിച്ചത് ഷാനവാസിനെയാണ്. ഒരു പ്രഖ്യാപിത ശത്രു പോലെയാണ് ഷാനവാസും അനീഷും. അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കൾ പോലെയാണ് ബിഗ് ബോസിൽ പെരുമാറുന്നത്. പക്ഷേ ഒരു ആവശ്യം വന്നപ്പോൾ അനീഷ് വിളിച്ചത് ഷാനവാസിനെയാണ്. ഷാനവാസ് അത് അടിപൊളിയായിട്ട് ചെയ്തു കൊടുക്കുന്നത് നമുക്ക് കാണാം. നാളെ ഇവർ കൊടൂര ശത്രുക്കളായിട്ട് ആക്ട് ചെയ്യും. പക്ഷേ ലൈഫിലേക്ക് തിരിച്ചെത്തുമ്പം ഗെയിമിൽ നിന്ന് മാറി ബിഗ് ബോസ് ലൈഫിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവരെന്ത് ചെയ്യും? സ്നേഹമുള്ള ആൾക്കാരായിട്ട് മാറും, പരസ്പരം സഹായിക്കുന്നവരായിട്ട് മാറും. ഈ ഒരു നന്മയാണ് ആക്ച്വലി ആ ഷോയിൽ വേണ്ടത്. ഇതാണ് ഈ അക്ബറിനും ആര്യനും റെനയ്ക്കും അപ്പാനിക്കും ഒന്നും ഇല്ലാത്തത്. ജിസേലിനെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തി. ജിസേലിനെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ശത്രുവായി മാറും. പക്ഷേ ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും ഈ ഗെയിം സ്ട്രാറ്റജിയാണ് അവിടെയുള്ള എല്ലാവരും ഉപയോഗിക്കേണ്ടത്. ഗെയിമിനെ ഗെയിമായിട്ട് കാണുക, ഗെയിം കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് സ്നേഹത്തോടെ ഇരിക്കുക. ഇത് ശരിക്കും ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഇത്തവണയുള്ള ഈ അനീഷ് ഷാനവാസ് കോംബോ എല്ലാവരും മനസ്സിലാക്കേണ്ട, ഇനിയിപ്പോൾ നെക്സ്റ്റ് ബിഗ് ബോസിലേക്ക് പോകുന്ന ആൾക്കാരും മനസ്സിലാക്കേണ്ട ഒരു സ്ട്രാറ്റജിയാണ്. അതെനിക്ക് ചിലപ്പോൾ അവരങ്ങനെ ആയിരിക്കാം, റിയൽ ലൈഫിൽ അവരങ്ങനെ ആയിരിക്കാം, റിയൽ ലൈഫിൽ അവർ നല്ല മനുഷ്യരായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ ഉള്ളിലും ഗെയിം കഴിഞ്ഞുള്ള സമയങ്ങളിൽ അവർ നല്ല മനുഷ്യരായിട്ട് മാറുന്നത്. അതായത് ഗെയിമിനെ ഗെയിമായി കാണുകയും ഗെയിം കഴിഞ്ഞുള്ള സമയങ്ങളിൽ മനുഷ്യരായിട്ട് ജീവിക്കുകയും ചെയ്യുക എന്നതാണ് ആക്ച്വലി ഈ ഗെയിമിൽ ചെയ്യേണ്ടത്. അതാണ് ബിഗ് ബോസ്. എന്നാൽ ഇത് പേഴ്സണൽ ഗ്രഡ്ജാക്കി മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫിസിക്കൽ അസോൾട്ടാക്കി മാറ്റി ആകെ ഒരു എന്താ പറയുക, ഒരു പോസിറ്റിവിറ്റി ഇല്ലാതാക്കുന്ന ഗെയിമാണ് പലരും കളിക്കുക. എന്ത് രസാലേ ഈ ഷനീഷ് കോംബോ കാണാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടമാണ്, അവരുടെ അടി വരെ കാണാൻ ഇഷ്ടമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരടിയെപ്പോലും മനുഷ്യന് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറ്റാനും പറ്റും. അതേപോലെ തന്നെ അടിയെ തന്നെ മനുഷ്യനാകെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പിക്കാനും പറ്റുന്ന രീതിയിലും അടി ഉണ്ടാക്കാം. അപ്പോൾ ഒരു ഗെയിം ഷോയെ എങ്ങനെ കാണണമെന്ന് കൃത്യമായിട്ട് ഇവരെ രണ്ടുപേരെയും കണ്ട് പഠിച്ചിട്ട് വേണം ഇനി പോകാനുള്ള ബിഗ് ബോസ് മത്സരാർത്ഥികൾ പോകാനായിട്ട്. ഗെയിം വിജയം അത് മാത്രമാവരുത് ലക്ഷ്യം. ഈ വിജയിക്കുക എന്ന ഒറ്റ ലക്ഷ്യം കൊണ്ട് പോയതുകൊണ്ടാണ് ഈ അനുമോളും അക്ബറും അപ്പാനിയും റെനയും ഒക്കെ ഇങ്ങനെ കിടന്ന് കളിക്കുന്നത്, ജിസയിലും. പക്ഷേ ഷാനവാസിനും അനീഷിനും ജയം എന്നതിനേക്കാൾ ഉപരി അവരൊരു ഗെയിം കളിക്കുന്നു, മാക്സിമം കോണ്ടൻറ്റ് കൊടുക്കുന്നു. പക്ഷേ അവർക്ക് പുറത്തൊരു ജീവിതമുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടറിഞ്ഞ് കളിക്കുന്ന ഒരു ഗെയിമാണ് അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനോട് യോജിപ്പുണ്ടെങ്കിൽ യോജിപ്പുണ്ടെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക. എന്തായാലും എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.